നമസ്കാരം. ഈ കാണിച്ചേക്കുന്ന വാർത്ത കണ്ടോ? നിങ്ങൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമായിരിക്കും. തമിഴ്നാടിന് ഇപ്പം കേന്ദ്ര സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ധനസഹായം പ്രഖ്യാപിച്ചേക്കാണ്. തമിഴ്നാടിന് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈക്ലോൺ വന്നപ്പോൾ നല്ല പ്രശ്നമുണ്ടായി. തമിഴ്നാടിനെ മുഴുവനായിട്ട് പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രളയ സമാന്തരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ധനസഹായം അത്യാവശ്യമാണ്. പക്ഷെ കേരളത്തിലും ധനസഹായം അത്യാവശ്യമായിരുന്നു. ഞാൻ എന്തിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. വയനാടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എല്ലാവരും വന്നു കണ്ടു ബോധിച്ച് മടങ്ങിപ്പോയി എന്നല്ലാതെ നമുക്ക് ഒരു പൈസ പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. 4 മാസമായി 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ആൾക്കാരൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്. അവർക്കൊന്നുമില്ല. അവർക്ക് നല്ല ഭക്ഷണം പോലും കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാർത്ത കണ്ടതാണ്. പഴകിയ സോയാബീനും പൂപ്പൽ പിടിച്ച അരിയൊക്കെയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ധനസഹായം അത്യാവശ്യമായിരുന്നു. ആ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമായിരുന്നു. അവർക്ക് പുതിയ വീട് വേണം. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാ ജനങ്ങളും പകച്ചു നിൽക്കുന്ന വീഡിയോയും വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. 1 മാസത്തോളം അതിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. ഇന്റർനാഷണലി വരെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ ചാനലുകളിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ചാനലുകളിൽ പോലും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേരളത്തിൽ ഉണ്ടായത്. സീരിയസ്നെസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇനിയും അതേപോലത്തെ സംഭവം ഇനി ഇവിടെ ആവർത്തിക്കുമെന്നാണ് പല ആൾക്കാരും പല റിസർച്ചേഴ്സും പറയുന്നത്, സയന്റിസ്റ്റുകളും പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും അതിനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇനി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു ആക്ഷനും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് കേരള സർക്കാർ. ആ കുടുംബങ്ങൾക്കൊക്കെ 10-25 ലക്ഷം രൂപ വെച്ചെങ്കിലും കൊടുക്കാനുള്ള മുതല് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ധനസഹായ ഫണ്ടിലേക്ക് വന്നായിരുന്നു. 140 കോടി രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നുമല്ല. 140 അല്ല, അതിൽ കൂടുതലുണ്ട്. 150 കോടിയോളം രൂപ കിട്ടി. അതെന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അവർക്കൊരു 19 ലക്ഷം രൂപ വെച്ചെങ്കിലും അവർക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള പൈസ കിട്ടിയിട്ടും അവർക്കൊന്നും തന്നെ കൊടുക്കുന്നില്ല. വാടക വീട്ടിലേക്ക് പോകാൻ പോലും കാശില്ലാതെ പകച്ചു നിൽക്കുകയാണ് ആ ജനങ്ങള്. ഇത് പിടിപ്പുകേട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഈ 150 കോടി രൂപ ഇനി എവിടെ പോയത്? ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ കണക്ക് പോലും കാണത്തില്ല കേട്ടോ. ഇപ്പൊ ചില ആൾക്കാർ വന്നിട്ട് കമന്റ്സ് ആയിട്ട് പറയും, കേന്ദ്രത്തിന് മുമ്പിൽ കൈ നീട്ടാൻ നാണമില്ലേ, കേന്ദ്രത്തിന് മുമ്പിൽ കൈ നീട്ടാൻ നാണമില്ലേ എന്ന്. കേന്ദ്രത്തിന് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഫണ്ട് കൊടുക്കാം. കേരള ഗവൺമെന്റ് വഴിയല്ല, ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കാം. എല്ലാവരും ന്യായീകരിക്കുന്ന ഇതാണ്, കേരള ഗവൺമെന്റിന് ഫണ്ട് കൊടുത്തിട്ട് എന്തിനാണ് അവരത് മുക്കുവല്ലേ ചെയ്യുന്നത് എന്ന് ചില ആൾക്കാർ വന്ന് കമന്റ് ഇടും. ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കൊടുക്കാമല്ലോ, നമുക്കിവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, സുരേഷ് ഗോപി സാർ. ഇനി വേറെ ചില ആൾക്കാർ പറയുന്നത്, BJP ഗവൺമെന്റിന് നമ്മുടെ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിഗണനയും ഇല്ലല്ലോ, കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തർത്ഥത്തിലാണ് അവർ നമുക്ക് സഹായം ചെയ്യേണ്ടതെന്ന്. അതിപ്പോൾ BJP ഗവൺമെന്റ് അല്ല, കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരായിട്ടിരിക്കുന്ന സമയത്ത്, കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇന്ത്യയിലും ഉത്തരവാദിത്വമുണ്ട്. എല്ലാ സിറ്റിസൺസും അവരുടെ കീഴിലാണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. എല്ലാ സിറ്റിസൺസും അവരുടെ കീഴിലാണ്. അപ്പോൾ ആ സിറ്റിസൺസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കണക്കുകളൊക്കെ ബോധ്യപ്പെടുത്തിയതാണ്. ആ കണക്കുകൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയായിരുന്നു ഇവിടെ വരുന്നു, അന്വേഷിക്കുന്നു, എന്നിട്ട് ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളിങ്ങനെ കൊതിച്ചു നിന്നു. ദേശീയ ദുരന്തമായിട്ടൊന്നും പ്രഖ്യാപിക്കണ്ട, അതും വേണ്ട. അത്യാവശ്യം വേണ്ട ധനസഹായം പ്രഖ്യാപിക്കാമായിരുന്നു. ഓരോ കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിന്റെ എണ്ണം അനുസരിച്ചെങ്കിലുമുള്ള ധനസഹായം പ്രഖ്യാപിക്കാമായിരുന്നു. അതിന് കേന്ദ്രത്തിനെയും കൊണ്ട് സാധിക്കുമായിരുന്നു. അതുപോലും പ്രഖ്യാപിച്ചില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ധനസഹായം പ്രഖ്യാപിക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് കേരളത്തിനെ അവഗണിച്ചത്. കേരളത്തിലെ വയനാട്ടിലുള്ള ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പൈസയും കിട്ടാതിരുന്നത്. എന്നിട്ട് ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയായിരുന്നു, വയനാട് ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയായിരുന്നു വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് മനസ്സിലായില്ലേ? ഇതാണ് സത്യം. കേരളത്തിലുള്ള ഗവൺമെന്റിന്റെ കാര്യം പിന്നെ പറയണ്ട, എനിക്ക് പറയാൻ പോലും വയ്യ. അത്രയ്ക്ക് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുവാണ് ജനങ്ങൾ. ഹെൽത്ത് സെക്ടർ മുഴുവൻ തല കീഴായിട്ട് മറിഞ്ഞേക്കാണ്. എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരാൻ പറ്റൂ ഇപ്പൊ കേരളത്തിൽ? എല്ലാ ഡിപ്പാർട്ട്മെന്റും തല കീഴായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ കാര്യക്ഷമത ഇല്ലാത്തത് കൊണ്ടല്ലേ. 140 കോടി രൂപ പോട്ടെ, 150 കോടി രൂപ എവിടെ പോയി, എന്ത് ചെയ്തു? ഏതാണ്ടൊക്കെ കണക്കുകളൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഒന്നുമല്ല, ആ കണക്കുകളൊന്നും കണ്ടിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. എന്ത് കണക്കുകളാണ് ഇവരിടാൻ പോകുന്നത്?
ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്. അടുത്ത പ്രാവശ്യം ഇനി ഭരണം കിട്ടില്ല എന്ന് ചെറിയ രീതിയിലുള്ള ഉറപ്പൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആർക്കറിയാം, ഇനി അടുത്ത പ്രാവശ്യം ജനങ്ങൾ മണ്ടത്തരം കാണിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. ഇവരെ തന്നെയാണ് ഇനി ഭരണം കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കാര്യം ഗോവിന്ദ.